ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു പ്രൊമോയിലേക്ക് സ്വാഗതം. നാളത്തെ പ്രൊമോ കഥയിൽ വരുണേൻ രാധികയും പോലീസുകാർ കൂട്ടിയിട്ട് പോകാൻ തുടങ്ങുന്ന സമയത്ത് ചന്ദ്രികയുടെ മകൾ രാധികയെ കെട്ടിപ്പിടിച്ച് കരയുന്നുണ്ട്. ചന്ദ്രികയ്ക്കും അപ്പോൾ താൻ ചെയ്ത തെറ്റിൽ കുറ്റബോധം തോന്നുന്നുണ്ട്. ചന്ദ്രിക സിയയോട് പറയുന്നുണ്ട്, അവരെ കൊണ്ടുപോകണ്ട സാറെ, പായസത്തിൽ വിഷം കലർത്തിയത് ഞാനാണെന്ന് പറയുന്നു. ചന്ദ്രിക പറയുന്നത് കേട്ടിട്ട് വരുണും രാധികയും എല്ലാം ഞെട്ടി നിൽക്കുകയാണ്. ചന്ദ്രിക എല്ലാ കാര്യങ്ങളും തുറന്നു പറയുകയാണ്. അങ്ങനെ വരുണും രാധികയും രക്ഷപ്പെടുന്നു. ശേഷം കാണിക്കുന്നത് വരുണും രാധികയും ജോൺസനെയും ഭാര്യയും പോയി കാണുന്നതാണ്. അവരോടും കാര്യങ്ങളെല്ലാം തുറന്നു പറയുന്നുണ്ട്. ജോൺസൺ വരുണും രാധികയ്ക്കും ഉറപ്പ് കൊടുക്കുന്നുണ്ട്, എന്റെ കുഞ്ഞാണ് സത്യം, ഇതിന്റെ പേരിൽ ഏത് കോടതിയിൽ വരേണ്ടി വന്നാലും ഞാൻ വരും, നിങ്ങൾ പരാതി കൊടുത്തോളാം എന്നൊക്കെ പറയുന്നു. വരുണും രാധികയ്ക്കും ഒരുപാട് സന്തോഷമാകുന്നുണ്ട് ജോൺസന്റെ വാക്കുകൾ കേൾക്കുമ്പോൾ. അതേ സമയത്ത് ചന്ദ്രശേഖറും സാറയും ഒരുപാട് സന്തോഷത്തിലാണ്. രണ്ടുപേരും വലിയ കാര്യമായിട്ട് വരുണും രാധികയും കുറിച്ചും സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. സാറ ചന്ദ്രശേഖരനോട് പറയുന്നുണ്ട്, ഇനി അങ്ങ് പിടിച്ചാലുണ്ടല്ലോ ആ രണ്ടെണ്ണം ഏതെങ്കിലും മാവിൽ കെട്ടി തൂങ്ങിക്കിടക്കുന്നത് നമുക്ക് കാണാൻ പറ്റുമെന്നൊക്കെ. സാറ പറയുന്നത് കേട്ടുകൊണ്ട് പത്മിനി അവിടേക്ക് വരുന്നുണ്ട്. പത്മിനി ദേഷ്യത്തോടെ സാറയോട് പറയുന്നുണ്ട്, നിർത്തടിയെന്ന്. പത്മിനിയുടെ പെരുമാറ്റം കണ്ട് സാറ ഞെട്ടിപ്പോകുന്നു. സാറ ചെയ്തു കൂട്ടിയ ചതിയെല്ലാം അറിഞ്ഞിട്ട് അത് ചോദിക്കാനായിട്ട് സാറയുടെ അടുത്തേക്ക് പത്മിനിയും വന്നതാണ്. ഇന്നത്തെ പ്രൊമോ കഥ ഇതോടെ അവസാനിക്കുന്നു. പുതിയൊരു കഥയുമായി വീണ്ടും കാണാം. താങ്ക്